ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ചോദ്യം: എൻ്റെ ഒരു സുഹൃത്ത് കുവൈത്തിൽ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം അയ്യൂബ് നബി അലൈഹിസ്സലാം, യഹ്യാ നബി അലൈഹിസ്സലാം തുടങ്ങിയ മഹാന്മാരുടെ ഖബറുകൾ സിയാറത്ത് ചെയ്തതിന് ശേഷം മാത്രമേ വീട്ടിൽ കാലുകുത്തുകയുള്ളൂ എന്ന് നേർച്ചയാക്കുകയും അങ്ങനെ അവരുടെ ഖബറ് സന്ദർശിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം എന്നുള്ളതാണ് സഹോദരങ്ങളെ നമുക്ക് പറയുവാനുള്ളത്. ഒന്ന്, ലോകത്ത് അനേകം പ്രവാചകന്മാര്, അംബിയ, മുർസലീങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അള്ളാഹു തആല അംബിയ, മുർസലീങ്ങളെ ഓരോ കാലഘട്ടത്തിൽ പല സമൂഹങ്ങളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോൾ ഈ പ്രവാചകന്മാർ എവിടെയൊക്കെയാണ് മരണപ്പെട്ടത്, അവരുടെ ഖബറുകൾ എവിടെയാണ് എന്നുള്ളത് അത് കൃത്യമായിട്ട് അറിവില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറൊഴികെ. അത് നമുക്കറിയാം മദീന മുനവ്വറയിലാണ്. ബാക്കിയുള്ള അംബിയ, മുർസലീങ്ങളുടെ ഖബർ എവിടെയൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. മുഹമ്മദ് നബിയുടെ ഖബർ എവിടെയെന്ന് അത് കൃത്യമായിട്ടുള്ള രേഖയുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഏകാഭിപ്രായത്തോടുകൂടെ അംഗീകരിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, ഫതാവ നൂറുന്നല ദർബ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലാ യുറഫു ഖബറു നബിയ്യിൻ മിനൽ അംബിയാഇ സിവാ നബിയ്യിന അലൈഹി സ്വലാത്തു വസ്സലാം. അതായത് ഒരു നബിയുടെയും ഖബർ എവിടെയാണ് എന്നറിഞ്ഞുകൂടാ, സിവാ നബിയ്യിന, നമ്മുടെ നബിയുടെ ഖബറൊഴികെ. അപ്പോൾ നമ്മുടെ നബിയുടെ ഖബറൊഴികെ മറ്റുള്ള ഒരു നബിയുടെയും ഖബർ എവിടെയാണ് എന്ന് ലാ യുറഫു, അറിയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അമ്മാമനിദ്ദഅ അന്ന ഹുനാക ഖുബൂറൻ ഫി അമ്മാൻ ഔ ഫി ഗൈരി അമ്മാൻ മഅറൂഫത്തുൻ ലിൽ അംബിയായി ഫഹുവ കാദിബുൻ വലൈസ ബിസഹീഹിൻ. അതായത് ചില ആളുകൾ വാദിക്കുന്നു ചില ഖബറുകൾ അമ്മാനിലുണ്ട്, അതുപോലെ അമ്മാനിൽ അല്ലാത്ത സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട സ്ഥലങ്ങളാണ്, അവിടെ ഖബറുണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെ വാദിക്കുന്നവൻ ഫഹുവ കാദിബുൻ, അവൻ നുണ പറയുകയാണ്, വ്യാജം പറയുകയാണ്. വലൈസ ബിസഹീഹിൻ, അത് ആ വാദം ശരിയല്ല. അഥവാ അവിടെ ഖബർ, ഇന്ന നബിയുടെ ഖബർ അവിടെയുണ്ട് എന്ന് പറയുന്നത് ശരിയല്ല. ഇല്ലാ ഖബറ നബിയിന അലൈഹി സ്വലാത്തു വസ്സലാം ഫിൽ മദീന, മദീനയിലാണ് നമ്മുടെ നബിയുടെ ഖബർ. ആ ഖബർ ഒഴികെ ബാക്കിയുള്ള ഒരു നബിയുടെ ഖബറും എവിടെയാണെന്ന് അറിയൂല. വഹാകദാ ഖബറുൽ ഖലീലി ഫിൽ ഖലീൽ ഫി ഫിലസ്തീൻ, ഇപ്രകാരം തന്നെയാണ് മഹാനായിട്ടുള്ള ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഖബർ ഫലസ്തീനിലെ ഖലീൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്ന സംഭവവും അതിനും കൃത്യമായിട്ടുള്ള രേഖയില്ല. മഅറൂഫുൻ ഹുനാക മഹല്ലുൽ ഖബർ, അവിടെ ഖബറിൻ്റെ ആ സ്ഥാനമൊക്കെയുണ്ട്, പക്ഷേ അത് ഇബ്രാഹിം നബിയുടെ ഖബറാണ് എന്നുള്ളതിന് കൃത്യമായിട്ട് രേഖയില്ല. ഇത് ഫതാവ നൂറുന്നല ദർബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുള്ള ഇബാറത്താണ്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, തഹദീറുൽ മസാജിദ് മിൻ ഇത്തിഖാദിൽ ഖുബൂരി, മസാജിദ് എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. ലം യസ്ബുത്ത് ഫി ഹദീസിൻ മർഫൂ, നബിയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ള മർഫൂആയ ഒരു ഹദീസിലും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്ത്? അന്ന ഇസ്മായിൽ അലൈഹിസ്സലാം ഔ ഗൈറുഹു മിനൽ അംബിയായിൽ കിറാം ദുഫിനു ഫിൽ മസ്ജിദിൽ ഹറാം. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആകട്ടെ മറ്റേതെങ്കിലും നബിയാകട്ടെ മസ്ജിദുൽ ഹറാമിൽ, അഥവാ മക്കത്തെ പരിശുദ്ധ മസ്ജിദുൽ ഹറാമിലെ അവിടെ ഖബറടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല ഒരു ഹദീസിലും. വലം യരിദ് ഷൈഉൻ മിൻ ദാലിക ഫീ കിതാബിൻ മിൻ കുതുബിസ് സുന്ന അൽ മുഅ്തമദ കൽ കുതുബിസ് സിത്ത വ മുസ്നദ് അഹ്മദ് ومعاجم الطبراني الثلاثة
വഗൈറുഹാ മിനദ് ദവാവീനിൽ മഅറൂഫ. അതായത് ഇസ്മായിൽ നബിയുടെ ഖബറോ അല്ലെങ്കിൽ മറ്റു നബിമാരുടെ ഖബറോ മസ്ജിദുൽ ഹറാമിലുണ്ട് എന്നുള്ളതിന് ഒരു രേഖയുമില്ല. അത്തരം കാര്യങ്ങള് അറിയപ്പെട്ട സുന്നത്തിന്റെ ഗ്രന്ഥം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും വന്നിട്ടില്ല. ഏതുപോലെ കുത്തുബുസിത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടല്ലോ, ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, സുനൻ അബൂദാവൂദ്, സുനനു തിർമിദി, സുനൻ നസായി, സുനൻ ഇബ്നു മാജ, ആ കുത്തുബുസിത്തയിലെ സിഹാഉസിത്ത എന്ന് പറയുന്ന ആ ഗ്രന്ഥം, അതുപോലെ മുസ്നദ് അഹമ്മദ്, അതുപോലെ തന്നെ മുഅ്ജമു തബറാനി അസ്സലാസ്, മആജിമു തബറാനി, ഇമാം തബറാനിയുടെ 3 മുഅ്ജമുകൾ, അതുപോലെ തന്നെ മറ്റ് അറിയപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഇങ്ങനെ ഒരു സംഭവം പറയുന്നില്ല. അഥവാ പരിശുദ്ധ മസ്ജിദുൽ ഹറമിൽ ചില ആളുകൾക്ക് അങ്ങനെ വാദമുണ്ട്, ഇസ്മായിൽ നബിയുടെ ഖബർ അവിടെയാണ്, ഹാജറ ബീവിയുടെ ഖബർ അവിടെയാണ്, അതിന് മീതെയാണ് കഅബാലയം എന്നൊക്കെയുള്ള വാദമുണ്ട്. അതൊക്കെ തന്നെയും നിരർത്ഥകമാണ്, കൃത്യമായ രേഖയില്ലാത്തതാകുന്നു. എന്നിട്ട് പറയാണ് വദാലിക മിൻ അഅ്ളമി അലാമാതി കൗനിൽ ഹദീസ് ലഈഫൻ ബൽ മൗളൂഅൻ ഇൻദ ബഅദിൽ മുഹഖഖീൻ. അങ്ങനെയുള്ള വാദങ്ങൾ പറയുന്ന ഹദീസുകൾ ദുർബലമാണ്, ചിലത് മൗളൂ ആണ് ഹദീസ് പണ്ഡിതന്മാരുടെ അടുക്കൽ. ഇനി സഹോദരങ്ങളെ, മഹാനായ ആദം നബി അലൈഹിസ്സലാമയുടെ ഖബർ അത് ഇന്ത്യയിലാണെന്നും ശ്രീലങ്കയിലാണ് എന്നുമൊക്കെയുള്ള വാദമുണ്ട്. പക്ഷേ അതിനും യാതൊരു അടിസ്ഥാനവുമില്ല. ഇതൊക്കെ മഹാന്മാരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായിക്കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മജ്മൂ ഫതാവ പരിശോധിക്കുക. അപ്പോ ചുരുക്കത്തിൽ പറയാനുള്ളത്, അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ, ആ ഖബർ മദീന മുനവ്വറയിലാണ്. ബാക്കിയുള്ള ഏതൊക്കെ നബിമാരും മുർസലീങ്ങളും ആകട്ടെ, അവരുടെ ഖബർ ഇന്ന സ്ഥലത്താണ് എന്ന് ആളുകൾ പറയുന്നുവെങ്കിലും, അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ പല വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് എങ്കിലും അതിനൊന്നും കൃത്യമായിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള ഒരു രേഖയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ രേഖയില്ലാത്ത സ്ഥലങ്ങളിൽ പോയിട്ട് എങ്ങനെയാ ഖബർ സിയാറത്ത് നടത്തുക, നേർച്ച നടത്തുക? അതൊന്ന് അങ്ങനെ ഖബറുകളെ സ്ഥിരപ്പെട്ടിട്ടില്ല, അത് ആ ഖബറുകൾ ഇന്ന സ്ഥലത്താണ് എന്നുള്ളതിൽ രേഖയില്ല എന്ന് മനസ്സിലാക്കുക. രണ്ടാമതൊരു കാര്യം സഹോദരങ്ങളെ, ഇങ്ങനെ ഖബർ സിയാറത്തിനായിട്ട് ഇങ്ങനെ അന്യപ്രദേശങ്ങളിലെ അമ്പിയാക്കളുടെ മഹാന്മാരുടെ ഖബറുകൾ തേടിപ്പോകുന്ന ഒരു പ്രവണത, അങ്ങനെ ഒരു പ്രവണത ഇസ്ലാമിലില്ലാതെ ബിദ്അത്താണ്. കാരണം അള്ളാഹിൻ്റെ റസൂല് അത് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂല് വിദൂര ദിക്കിലേക്ക് അങ്ങനെ ഖബർ സിയാറത്തിന് പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. നബി ഖബർ സിയാറത്ത് ചെയ്തു എവിടെ? ബക്കിയയിൽ. തൻ്റെ വീട്ടിൽ നിന്നിങ്ങനെ നടന്നു പോയി ബക്കിയ എന്ന് പറയുന്ന ശ്മശാനം, നമുക്കറിയാം അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു, അല്ലാഹുമ്മ ഗഫിർലി അഹ്ലിൽ ബക്കിയ അൽ ഗർഖദ്, ബക്കിയുൽ ഗർഖദിൻ്റെ ആളുകൾക്ക് റബ്ബേ നീ പുറത്തു കൊടുക്കണേ എന്ന് ആ ഖബർ സിയാറത്തിൻ്റെ വേളയിൽ പ്രാർത്ഥിച്ചതായിട്ട് സഹീഹ് മുസ്ലിം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത്, അന്യ നാടുകളിൽ പോയി അവിടെ അമ്പിയാക്കളുടെ ഖബറുണ്ടെന്ന് പറഞ്ഞ് അവിടെ ഖബർ സിയാറത്ത് നടത്തുന്ന ആ രൂപത്തിലുള്ള ഒരു സ്വഭാവം നബിയോ സ്വഹാബത്തോ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്കൂ, മഹാനായിട്ടുള്ള ഇമാം ഇബ്നു അബീ ശൈബ റഹിമഹുല്ലാ തൻ്റെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്ന ബി ഇസ്നാദിൻ സഹീഹിൻ, സ്വഹീഹായ പരമ്പരയോടുകൂടെ കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതെന്താണെന്നറിയോ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തോട് ചോദിക്കാണെന്ത്, അൻ ഖസഅത ഖാല, ഖസഅ റളിയല്ലാഹു അൻഹു ചോദിക്കാൻ, സഅൽതു ഇബ്ന ഉമറ റളിയല്ലാഹു അൻഹു ആതിയ തൂർ, ഞാൻ തൂർ പർവ്വതം സന്ദർശിക്കട്ടെയോ? മഹാനായിട്ടുള്ള മൂസാ നബി അലൈഹിസ്സലാമക്ക് വഹയി കിട്ടിയിട്ടുള്ള തൂർ പർവ്വതം, ആ പർവ്വതം സന്ദർശിക്കട്ടെയോ എന്ന് ചോദിക്കാൻ ഫഖാൽ, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ദഇ തൂർ വലാ തഅതിഹാ, നീ തൂർ പർവ്വതം ഉപേക്ഷിക്കുക, അവിടേക്ക് പോണ്ട. വഖാല ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്, നമുക്ക് വാഹനം സംഘടിപ്പിച്ച്
ഒരു പുണ്യയാത്ര എന്നുള്ള നിലക്ക് 3 പള്ളികളിലേക്കാണ്, 3 ഖബറുകളിലേക്കല്ല, 3 പള്ളികൾ എന്നാ പറഞ്ഞത്. സലാസത്തി മസാജിദ് നീന്ന അത് മസ്ജിദുൽ ഹറം പരിശുദ്ധ മക്ക, മറ്റൊന്ന് മസ്ജിദുൻ നബവി മദീന മുനവ്വറയിൽ, മറ്റൊന്ന് ബൈത്തുൽ മുഖദ്ദസ്. അപ്പൊ ഈ 3 കേന്ദ്രങ്ങളിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നേർച്ച നബിയോ സഹാബത്തോ കാണിച്ചു തരാത്തതാണ്. സുന്നത്തായ ഏത് കാര്യവും നേർച്ച നേരാം, പക്ഷേ ഇവിടെ അമ്പിയാക്കളുടെ ഖബർ ഏതാണെന്ന് അറിയപ്പെടാത്തതാണ്. പിന്നെ എങ്ങനെയാ അവിടേക്ക് നേർച്ച നേരുക എന്ന് മാത്രമല്ല, നബിയും സഹാബത്തുമാണല്ലോ ഈ കാര്യത്തിലൊക്കെ മാതൃക. അവരാരെങ്കിലും ഇങ്ങനെ വിദൂര ദേശത്തേക്ക് ഖബർ അന്വേഷിച്ചു കൊണ്ട് അവിടെ പോയി അങ്ങനെ നേർച്ച നേർന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ടൊക്കെ അത് ഒഴിവാക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ ഖബർ സന്ദർശനം നടത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഒരു ഖബർ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അതല്ല പ്രാർത്ഥിക്കുന്നത്. ഖബർ സന്ദർശിക്കുമ്പോൾ അതിനുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്. അത് മനുഷ്യന് പരലോകത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാക്കും, മരണത്തെക്കുറിച്ച് അവനെ ചിന്തിപ്പിക്കും, ഖബറിലെ ജീവിതത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. എന്നാൽ ഇന്ന് പല ആളുകളും ഖബർ സന്ദർശനം എന്ന് പറഞ്ഞുകൊണ്ട്, സിയാറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായിട്ടുള്ള അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഒക്കെ ഇസ്തിഗാസ നടത്തുവാനും വിളിച്ച് പ്രാർത്ഥിക്കുവാനും അവിടെ അവരോട് സങ്കടങ്ങൾ പറയുവാനും അവിടെ നേർച്ച നേരുവാനും അവിടെ തവാഫ് നടത്തുവാനും അവിടെ പല കാര്യങ്ങളും സാധിക്കുന്നതിന് വേണ്ടിയുമാകുന്നു അങ്ങോട്ട് ഖബർ സിയാറത്ത് ചെയ്യുന്നത്. അത് അങ്ങേയറ്റത്തെ അപകടകരമായിട്ടുള്ള ഏറ്റവും വലിയ പാപമായ ഷിർക്കാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൂടാ എന്നാണ് സ്നേഹത്തോടുകൂടെ ഉണർത്തുവാനുള്ളത്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.